Delivering the welcome address is Mr. Biju Joseph, the esteemed principal of Bharat Mata High Secondary School, a visionary leader, dedicated mentor, and the driving force behind the school's continuous growth. Mr. Biju's contributions to the school are both exemplary and inspiring. His leadership has nurtured excellence in academics, co-curricular activities, and the overall development of students. It's an honor to have him welcome us all. அனைவருக்கும் இனிய காலை வணக்கத்தை உருவாக்கிக் கொண்டு பாரத் மாதா பள்ளியினுடைய 75வது ஆண்டு விழா மற்றும் முன்னாள் மாணவர்களுடைய கூட்டம் இன்றைய தினம் மிக மகிழ்ச்சிகரமான சிறப்பான ஒரு தினம். இன்றைய தினத்தில் வருகை தந்திருக்கக்கூடிய அத்தனை நண்பர்களையும் இவ்விழாவுக்கு அழைக்க வேண்டும் என்பது என்னுடைய பொறுப்பு. அதற்காக முதலாக நமக்கு தெரியும், பவிழ விழா என்பது இது ஒரு கலாச்சாரத்தை எடுத்துக்காட்டும் தினம். இன்றைய நமது சமுதாயத்தில் இல்லாமலே போய்கொண்டிருக்கும் மற்ற ஐரோப்பிய நாடுகளின் கலாச்சாரத்தை விட்டு மாணவர்களுக்கு ஆசிரியர் என்று சொன்னால் என்ன என்று தெரியாத காலம், ஆசிரியரை எப்படி மதிக்க வேண்டும் என்று தெரியாத ஒரு காலம், பெற்றோர்களே மதிக்காத ஒரு காலம். அப்படிப்பட்ட ஒரு காலத்திலே பாரத் மாதா பள்ளி என்பது 75 ஆண்டுகளுக்கு முன்பாக இந்த பள்ளி துவங்கப்பட்ட இந்த பள்ளியின் கலாச்சாரத்தை எப்படி ஆசிரியர்களை மதிக்க வேண்டும், எப்படி முன்னாள் மேலாளர்களை மதிக்க வேண்டும், எப்படி முன்னாள் மாணவர்களை நினைவூட்ட வேண்டும் என்பதெல்லாம் காட்டிக் கொடுக்க வேண்டிய, இல்லாம போகக்கூடிய ஒரு கலாச்சாரத்தை திரிகை கொண்டு வருவதற்கு பாரத் மாதா பள்ளி இன்றைய தினம் ஒரு தினம் அனைவருக்குமாக ஒதுக்கப்பட்ட இன்றைய தினம் இந்நிகழ்ச்சிகள் துவங்குகின்றது. എല്ലാവർക്കും അറിയാം, ഏറെ സന്തോഷത്തോടെ ഒരുപക്ഷെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ എന്നുള്ള നിലയിൽ ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുക. സത്യം പറഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് മൺമറഞ്ഞ ബഹുമാന്യനായ ദാമോദരൻ സാറിന്റെ റിട്ടയർമെന്റ് പോസ്റ്റിലാണ് ഒരു അധ്യാപകനായിട്ട് ഞാനിവിടെ ജോലിയിൽ പ്രവേശിക്കുക. തീർച്ചയായിട്ടും അന്നു മുതൽ ഒരു മറ്റു സ്കൂളുകളിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം, എങ്കിലും ഈ സ്കൂളിൽ ഒരു സംസ്കാരം എനിക്ക് അനുഭവപ്പെട്ടത് ഇവിടെ നിന്ന് പഠിച്ചുപോയ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ വിദ്യാലയത്തിലേക്ക് തീർത്തും എപ്പോഴും ഒരു വിസിറ്റ് ആയിട്ട്, സന്ദർശനമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഒരു കുടുംബം പോലെ ഈ ഭാരത് മാതാ സ്കൂളിലേക്ക് എല്ലാവരും എപ്പോഴും കയറി വരിക, അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടുവരുന്ന ഒരു സംസ്കാരമാണ്. തീർച്ചയായിട്ടും ആ സംസ്കാരത്തിലൂന്നിയ നമ്മുടെ പൂർവ്വ അധ്യാപകർ, ഹെഡ് മാസ്റ്റേഴ്സ് നാരായണൻ മാസ്റ്റർ, ഗോവിന്ദൻ മാസ്റ്റർ, ദാമോദരൻ സാറ്, ബഹുമാനായ AV മത്തായി സാറ്, VP തോമസ് സാറ്, അതുപോലെ തന്നെ MK ഗീവർഗീസ് സാറ്, ഇവരൊക്കെ കാണിച്ചു തന്ന ഒത്തിരി മാതൃകകളാണ് തീർച്ചയായിട്ടും ഞാനും പിന്തുടരുക. ഇവിടെ ഇന്ന് ഈ മെഗാ അലുമിനി മീറ്റിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ഞാൻ കടക്കട്ടെ. പ്ലാറ്റിനം സിംബലൈസിംഗ് ദ എബിലിറ്റി ടു എൻഡ്യൂർ ആൻഡ് ഓവർകം ചാലഞ്ചസ്. പ്രതിസന്ധികളെ തരണം ചെയ്യുക എന്നത് തീർച്ചയായിട്ടും ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൽ ഇതിനെ പ്രതിനിധീകരിക്കുന്നതാണ്. എനിക്കും ഇഷ്ടം തന്നെയാണ്. ഏറ്റവും പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന, അതിൽ മുഖ്യ പങ്കുവഹിക്കാനാണ് എനിക്കും ആഗ്രഹം. തീർച്ചയായിട്ടും ഈ ഭാരത് മാതാ സ്കൂളിൻ്റെ ഏത് പ്രതിസന്ധി കാലഘട്ടത്തിലും ഈ സ്കൂളിനോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇവിടുത്തെ അധ്യാപകരോട് ചേർന്ന് നിന്നുകൊണ്ട്, ഇവിടുത്തെ പ്രദേശത്തോട് ചേർന്നുകൊണ്ട്, പൂർവ്വ വിദ്യാർത്ഥികളോട് ചേർന്നുകൊണ്ട്
ഇവിടുത്തെ കുട്ടികളോട് ചേർന്നുകൊണ്ട് ഈ ഭാരത് മാതാ സ്കൂളിനെ മാറി വരുന്ന കാലത്തിനനുസരിച്ച് ഒരു വിദ്യാഭ്യാസം നൽകാൻ നേതൃത്വം കൊടുക്കുക എന്നത് തന്നെയാണ് എൻ്റെ കർത്തവ്യം. തീർച്ചയായിട്ടും ഈ അസുലഭ നിമിഷത്തിലേക്ക് വന്നു ചേർന്ന ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് ഈ സ്കൂളിൻ്റെ കറസ്പോണ്ടന്റ് റവറൻഡ് ഫാദർ ജോർജ് കാലായിൽ ഏറെ വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ വിദേശത്തും സ്വദേശത്തുമായിട്ട് ഏറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനം ചെയ്ത് ഭാരത് മാതാ സ്കൂളിൽ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് സേവനം ചെയ്യുന്ന ബഹുമാന്യനായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കറസ്പോണ്ടന്റ് റവറൻഡ് ഫാദർ ജോർജ് കാലായിൽ അച്ഛനെ ഈ മെഗാ അലുമിനി മീറ്റിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രസിഡൻഷ്യൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഈ മെഗാ അലുമിനി മീറ്റ് ഇത്ര മനോഹരമായിട്ട് ഇവിടെ സംഘടിപ്പിച്ച അതിന് നേതൃത്വം നൽകിയ ബഹുമാനായ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി മിസ്റ്റർ സിജി മാത്യുവിനെ അലുമിനി പ്രസിഡന്റിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ഈ അലുമിനി മീറ്റ് ഉദ്ഘാടനം ഇതിന് ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് നിർവഹിക്കുന്നത് ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിനിയായ ഏറ്റവും പ്രായം ചെന്ന ആർ രാധാലക്ഷ്മി, വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ഓൾഡ് സ്റ്റുഡൻറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും ആദരവോടെ ഭാരത് മാതാ സ്കൂളിലെ ഈ അലുമിനി മീറ്റ് ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പ് നിർവഹിക്കുന്നതിനായിട്ട് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ ഉദ്ഘാടന അഡ്രസ് ചെയ്യുന്നത് ഫാദർ മാത്യു അറമ്പുകുടിയിൽ കോറപ്പിസ്കോപ്പയാണ്. നമുക്കറിയാം നമ്മുടെ ഡയോസിസിന്റെ ബത്തേരി ഡയോസിന്റെ മുൻകാല വികാർ ജനറലാണ്. ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അച്ഛനെ ഏറ്റവും ആദരവോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റെജി ടി ജി മാഷ്, നമുക്കറിയാം ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെ മുൻകാല അധ്യാപകനാണ്. ഇപ്പോൾ മാർത്തോമ നഗർ സ്കൂളിൽ ഗൂഡല്ലൂരിൽ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഇന്നത്തെ ആശംസകൾ അർപ്പിക്കുന്നതിനായിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരെ എല്ലാം സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് ഈ സ്കൂളിന്റെ മുന്നാൾ മാണവൻ, ഇപ്പോഴത് വഴക്കറിഞ്ഞറാകെ അഡ്വക്കേറ്റായിട്ട് സേവനം ചെയ്യുന്ന മതുപ്പുക്ക് മര്യാദയ്ക്ക് അഡ്വക്കേറ്റ് ഗണേഷ് രാമനാഥൻ അവരെ ഞാൻ അൻപോട് അഴയ്ക്കുന്നു. അതോടെ നമുക്ക് സ്കൂളിന്റെ പൂർവ്വ മാനേജറായിരുന്ന ഫോർമർ കറസ്പോണ്ടന്റ് ആയിരുന്ന ഫാദർ ലൂക്കോസ് പള്ളിമ്പാടിഞ്ഞാൽ അച്ഛൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അച്ഛൻ്റെ സേവനത്തെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛനെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ, നമുക്കറിയാം മൺമറഞ്ഞു പോയ നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററുടെ മൂത്ത മകൻ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. സാറ് ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ഒരു ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ സേവനം ചെയ്ത് റിട്ടയർ ആയി എന്ന് ഞാൻ കരുതുന്നു. സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ ഭാരത് മാതാ സ്കൂളിലേക്ക്, അച്ഛൻ്റെ സ്കൂളിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം പൂർവ്വ വിദ്യാർത്ഥിയാണ് ഫാദർ കുര്യൻ പുറമടത്തിൽ അച്ഛൻ. ഇവിടെ എനിക്കറിയാം ഈ അലുമിനി മീറ്റില് ഭാരത് മാതാ അലുമിനി ഗ്രൂപ്പിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് അച്ഛന് ഏറെ ആഗ്രഹിച്ച് തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നാണ്. പലപ്പോഴും മത്തായി സാറ് ഷെയർ ചെയ്യാറുണ്ട്, കുര്യനച്ഛൻ വരും എന്ന്. അച്ഛനെ ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ എന്ന് ഞാനും തീരുമാനിച്ചു. അച്ഛനും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ബഹുമാനത്തോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഫാദർ ജോർജ് വെട്ടിക്കാട്ടിൽ അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അച്ഛനെന്നും കേർക്കും പരിചിതമാണ്, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഈ പ്രദേശത്തിന്റെ സ്പന്ദനമാണ് അച്ഛൻ ഇവിടുത്തെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ബത്തേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയിൽ അച്ഛൻ കോർപ്പറേറ്റ് മാനേജറായിരുന്നു. ഇപ്പോൾ പാറശാല രൂപതയിൽ സേവനം ചെയ്യുന്നു. അവിടുത്തെ സോഷ്യൽ സർവീസ് സെൻ്ററിൻ്റെ ഡയറക്ടർ അച്ഛൻ കൂടിയാണ്. അച്ഛനെ ഒരു വേളയിൽ ഞാൻ
എന്താ പറയുക, നന്ദിയോടെ സ്മരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടായിരുന്ന ഫെസിലിറ്റികളൊക്കെ അച്ഛൻ കോർപ്പറേറ്റായി മാനേജറായിരുന്ന കാലം ചെയ്ത നമ്മുടെ അഭിമന്യ ഗീവർഗീസ് മാർ ദിവന്യാസോസ് പിതാവിൻ്റെ കാലത്ത് ഈ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഇത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ഈ മാനേജ്മെന്റ് നിർമ്മിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മ വരുന്നു, അച്ഛനാണെന്ന് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി അന്ന് പിതാവിൻ്റെ അനുഭാവത്തോടെ ഏറ്റവും സന്തോഷത്തോടെ അച്ഛൻ്റെ ഒരു പ്രത്യേക താല്പര്യത്തോടെ ഈ ബിൽഡിംഗ് ഒക്കെ നിർമ്മിക്കുന്നതിൽ അച്ഛനൊരു ഗണ്യമായ പങ്കുവഹിച്ച ആളാണ്. അച്ഛനെ അതോടെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നതോടൊപ്പം ഈ ഇതിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ ദാമോദരൻ, നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളിൽ ഏറെ കാലം സുമതി ടീച്ചറും ദാമോദരൻ സാറ് ഇവിടുത്തെ ഹെഡ് മാസ്റ്ററായി സേവനം ചെയ്താണ്. സാറ് രണ്ടുപേരെയും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. സാറിൻ്റെയും ടീച്ചറുടെയും മകളായ ദിവ്യ ദാമോദരനും ദീപ്തി ദാമോദരനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ദിവ്യ ദാമോദരനെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ അൻവർ സാർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ വിംസ് മെഡിക്കൽ കോളേജിൽ ഓർത്തോപീഡിക് സെക്ഷനിൽ ഫിസിഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് MK ഗീവറീസ് സാർ, നമുക്കറിയാം ഈ സ്കൂളിൻ്റെ മുൻ ഹെഡ് മാസ്റ്റർ, ഈ മുൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്, സ്കൂൾ ടീച്ചറാണ്, മുൻ ഹെഡ് മാസ്റ്ററാണ്. സാറിൻ്റെ സേവനങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ സാറിനെയും സാറിൻ്റെ ഡെഡിക്കേറ്റഡ് സർവീസിനെയും ഓർത്തുകൊണ്ട് ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം, ഞാൻ വിട്ടുപോയതാണ്, നമ്മുടെ സ്വാഗതം ചെയ്യേണ്ട ഇതിൽ നിന്ന് തന്നെ ഓർഡറൊക്കെ മാറിയതാണ്. നമ്മുടെ AV മത്തായി സാറ്, നിങ്ങൾക്കറിയാം സാറ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ ചോദിച്ചു, സാർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആണോ എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇല്ല, ഞാൻ നാട്ടിൽ പഠിച്ചാണ്, ഇവിടെ വന്നിട്ട് പൂർവ്വ വിദ്യാർത്ഥി ആയതിനു ശേഷം ഞാൻ പിന്നീട് അധ്യാപകനായിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നതെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയേക്കാളേറെ ഇവിടുത്തെ അധ്യാപകരെക്കാളേറെ ഏറെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും ഈ സ്ഥാപനത്തിന് എപ്പോഴും താങ്ങും തണലുമായിട്ട് ഏത് സമയത്തും വിളിച്ചാൽ യാതൊരു ഫോർമാലിറ്റിയും ഇല്ലാതെ ഈ സ്കൂളിലേക്ക് ഏത് സമയം കടന്നു വരികയും നമ്മുടെ സ്കൂളിനെ നല്ലൊരു എന്താ പറയുക, സ്കൂളിനെ ഫോർമേഷനിൽ സ്കൂളിൻ്റെ എല്ലാ വിജയ പരാജയങ്ങളിലും ഈ സ്കൂളിനോട് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന ബഹുമാനായ AV മത്തായി സാറ് ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഈ സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ കറസ്പോണ്ടന്റിനോട് ചേർന്നുകൊണ്ട്, ഹെഡ് മാസ്റ്ററോട് ചേർന്നുകൊണ്ട്, അധ്യാപകരോട് ചേർന്നുകൊണ്ട് ഈ സ്കൂളിനെ ഏറ്റവും നല്ല രീതിയിൽ നയിക്കുവാൻ ഒരു നെടുന്തൂണായിട്ട് നിൽക്കുന്ന AV മത്തായി സാറിനെ ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു വീക്ഷണത്തിൽ സാറിനെയൊക്കെ പറയാം ഒരു അണ്ണൽ ഗാന്ധിയടികൾ എന്ന് പറയുന്ന ഈ സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു ഗാന്ധിജി എന്നൊക്കെ ഞാൻ സൂചിപ്പിക്കും. കാരണം അത്രയ്ക്കും ആത്മാർത്ഥയോടെ സാറ് ഈ സ്ഥാപനത്തെ കരുതുന്നുണ്ട് എന്ന് ഞാൻ വളരെ വിനയത്തോടെ ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കുകയാണ്. സാറിനെയും ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ ഹോണറിംഗ് ടീച്ചേഴ്സ്, ഇവിടെ ഒത്തിരി പേര് ഇവിടെ വന്നിരിക്കുന്ന പൂർവ്വകാല അധ്യാപകരെ ആദരിക്കുന്നതിനായിട്ട് നമുക്ക് ഇവിടെ ആദരിക്കുവാനായിട്ട് നേതൃത്വം നൽകുന്നത് മിസ്റ്റർ മിഥുൻ പാൽ, KV ഷൈനി ടീച്ചർ, അനുരാധ മാം ആൻഡ് മാത്യു TA, ഇവരെയും ഞാൻ ഈ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഹോണറിംഗ് അലുമിനി ചാരിറ്റി എൻഡോസേഴ്സ്, നിങ്ങൾക്കറിയാം തിരു AV മത്തായി സാറാണ് ഇതിനെ ഹോണർ ചെയ്യുന്നത്. അച്ഛനെയും AV മത്തായി സാറ് ആണ് ഇതിനെ ഹോണർ ചെയ്യുന്നത്. സാറിനെ ഒരിക്കൽ കൂടി ഇതാക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് തിരു ആലിക്ക. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, MSS മെട്രിക്കുലേഷൻ സ്കൂളിൻ്റെ പ്രസന്റ് കറസ്പോണ്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ എന്താ പറയുക, PTA പ്രസിഡന്റ് ആയിരുന്നു ഒരു കാലത്ത്, ഏകദേശം നീണ്ട വർഷങ്ങളോളം ഈ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും തീർച്ചയായിട്ടും ആലിക്കേൻ്റെ സംയമനത്തോടെയുള്ള എല്ലാ ഇടപെടലും. ഇന്നലെ രാത്രി കൂടെ ഒരു 10 മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ഇന്ന ആളെ വിളിച്ചിരുന്നോ, സാറ് മറന്നുപോയോ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വിളിച്ചതാണ് ആലിക്ക രാത്രി 10 മണിക്ക്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തോട് തീർച്ചയായിട്ടും ആലിക്കയുടെ കരുതൽ ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ കാണുന്നു. തീർച്ചയായിട്ടും ആലിക്കയെ ഈ വേദിയിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ തന്നെ ഒത്തിരി പേര് നമ്മുടെ പൂർവ്വ ഹെഡ് മാസ്റ്റേഴ്സ് ആയിരുന്ന തിരു പി പ്രസീത ടീച്ചറുണ്ട്. ടീച്ചറെ നമുക്കറിയാം, കുറഞ്ഞ കാലമെങ്കിലും ഈ സ്കൂളിലെ അധ്യാപികയായിട്ട് നീണ്ട കാലവും കുറഞ്ഞ കാലം ഈ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായിട്ടും സേവനം ചെയ്ത ബഹുമാനിയായ പ്രസീത ടീച്ചറെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രൈമറി സെക്ഷൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്ററായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സാറ് പീറ്റർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ, ഇപ്പോഴത്തെ പ്രധാന അധ്യാപകനും പ്രൈമറി സെക്ഷൻ്റെ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ എൽദോ, നമുക്കറിയാം ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ മാനന്തവാടി ഡയോസസിൻ്റെ മേരി മാതാ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പേരാശ്രിയരാകെ ലെക്ചറായിട്ട് സേവനം ചെയ്യുന്നു. ഈ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന തിരു ഡോക്ടർ എൽദോ അവരുകളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ റെജി മാഷ്, നമുക്കറിയാം ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഇവിടെ കുറഞ്ഞ വർഷക്കാലം അധ്യാപകനായിട്ട് സേവനം ചെയ്തു. ഇപ്പോൾ മാർത്തോമ നഗർ സ്കൂളിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ വിൻസിലി ടീച്ചറോടൊപ്പം തന്നെ കഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു കവി കൂടിയാണ്. ഈ കലാകാരനെ ഏറ്റവും സ്നേഹത്തോടെ ഭാരത് മാതാ സ്കൂളിൻ്റെ ഈ മെഗാ അലുമിനി മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സിസ്റ്റർ റുബീന, നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ സിസ്റ്റർ ഏറെ വർഷങ്ങളോളം, ഞാനൊക്കെ വന്ന് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് സിസ്റ്റർ റിട്ടയർഡായി. എങ്കിലും ഇവിടുത്തെ ഒത്തിരി കുട്ടികളുടെ SIC സിസ്റ്റേഴ്സിനെയൊക്കെ ഓർക്കുമ്പോൾ ഞാൻ വളരെ ഇതായിട്ട് റുബീന സിസ്റ്റർ എപ്പോഴും, ഈ കുട്ടികൾ പലരും വരുമ്പോൾ റുബീന സിസ്റ്റർ വളരെ എപ്പോഴും അങ്ങനെ അന്വേഷിക്കാറുണ്ട്, സിസ്റ്റർ ഇവിടുന്ന് പോയോ എന്നൊക്കെ ചോദിക്കാറ്. ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ സിസ്റ്റർ എല്ലാ കുട്ടികളെയും അധ്യാപകരെയൊക്കെ തന്നെ വളരെ ഒരു അമ്മയുടെ പരിപാലനം ചെയ്ത് ഭാരത് മാതാ സ്കൂളിൽ ടീച്ചർ സിസ്റ്റർ വർക്ക് ചെയ്തിരുന്നോളം കാലം അത്തരത്തിലുള്ള ഒരു മാതൃ പരിചരണം നൽകി നമ്മുടെ വിദ്യാർത്ഥികളെയും അതുപോലെ സഹപ്രവർത്തകരെയൊക്കെ തീർച്ചയായിട്ടും അങ്ങനെ കരുതിയിരുന്നു. ബഹുമാനപ്പെട്ട റുബീന സിസ്റ്ററേയും അതുപോലെ തന്നെ പ്രിസ്ക സിസ്റ്ററും ഇവിടെ വേദിയിലുണ്ട്. സിസ്റ്ററേയും ഞാൻ ഈ സമയത്ത് ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ ഡോക്ടർ അൻവർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്താണ്. ഒരിക്കൽ കൂടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സിജി മാത്യു നിങ്ങൾക്കറിയാം മത്തായി സാറിന്റെ മകനാണ്. തീർച്ചയായിട്ടും ഈ അലുമിനി മീറ്റ് ഇത്തരത്തിലുള്ള വലിയൊരു ഫംഗ്ഷൻ ഇവിടെ അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു നിർണായക പങ്ക് എറണാകുളത്ത് നിന്ന് തന്നെ മാക്സിമം അവിടെ നിന്നുകൊണ്ട് പ്രിന്റിങ്, പ്രസ്സിലെ വർക്കുകൾ എല്ലാം തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സിജി മാത്യുവിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ VP തോമസ് സാറ്, ഞാൻ ഇതിൻ്റെ ഓർഡർ ഒത്തിരി പേര് നമുക്ക് ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാവരെയും തന്നെ ഇതുപോലത്തെ ഒരു 4-5 വേദി കൊണ്ടുവന്നിട്ട് ഇരുത്തേണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ആരെയും ചെറുതാക്കാനോ വലുതാക്കാനോ അല്ല. തീർച്ചയായിട്ടും നമ്മുടെ സ്ഥല പരിമിതി കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വേദി മാത്രമായിട്ട് സംഘടിപ്പിച്ച്, അല്ലെങ്കിൽ ഒരു 10 വേദി ഇതേപോലെ സംഘടിപ്പിച്ച് ഇരുത്തേണ്ട ആളുകൾ തന്നെയാണ് എല്ലാവരും തന്നെ. നമുക്ക് ആരെയും മാറ്റി നിർത്തേണ്ട ആളുകളല്ല, എല്ലാവരെയും അത് കരുതുമെന്ന് ഞാൻ കരുതുന്നു. നമ്മുടെ VP തോമസ് സാറ്, നിങ്ങൾക്കറിയാം ഈ സ്കൂളിൽ വിദ്യാർത്ഥിയാണ്. സാറിൻ്റെ ഞാൻ എപ്പോഴും ഓർക്കുമ്പോൾ സാറിനെ ഓർക്കാറുണ്ട്. കാരണം സാറിൻ്റെയൊക്കെ അപ്പച്ചൻ്റെ അതുപോലെ തന്നെ MK ഗീവറി സാറിൻ്റെയൊക്കെ അപ്പച്ചനെയൊക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട്. കാരണം ചരിത്രം പറയുമ്പോൾ ഈ സ്കൂളിൻ്റെയൊക്കെ ആദ്യകാല നിർമ്മാണത്തിൽ, അതായത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട്, നമ്മുടെ അവരുടെയൊക്കെ സ്വന്തം കന്നുകാലികളെ പോത്തിനെയൊക്കെ ആട്ടി പണ്ടത്തെ ഞവരി അടിക്കുന്ന പോലെയൊക്കെ സ്കൂൾ ഗ്രൗണ്ട് നിരത്താനും സാറിൻ്റെയൊക്കെ അപ്പച്ചനെ, ഇവരുടെ ഗ്യൂറി സാറിൻ്റെ അച്ഛനെ അതുപോലെ തന്നെ തോമസ് സാറിൻ്റെ അച്ഛനെയൊക്കെ ഞാൻ വളരെ സ്മരിക്കുകയാണ് ഈ സമയത്ത്. അവരുടെയൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ ആദ്യകാലത്ത് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരു ഗണ്യമായ പങ്കുവഹിച്ചൊരു കുടുംബമാണ് വെട്ടിക്കാട്ടിൽ കുടുംബം. VP തോമസ് സാറും അതേ പാരമ്പര്യം എടുത്തുകൊണ്ട് തന്നെ സാറിൻ്റെ പീരീഡിൽ ഏറെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു അധ്യാപകനായിട്ട് സേവനം ചെയ്തു. പ്രധാന അധ്യാപകനായിട്ടും പ്രൈമറി സ്കൂളിനെ എല്ലാ കാര്യങ്ങളും, ഇവിടെ ഹൈസ്കൂളിൻ്റെ റെക്കഗ്നേഷൻ, അതുപോലെ തന്നെ ഹൈസ്കൂള് പ്രൈമറി എന്ന് വേർപാടില്ലാതെ തന്നെ സാറ് സേവനം ചെയ്ത് ഇന്നും ഈ സ്കൂളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന ബഹുമാനപ്പെട്ട പ്രോഗ്രാം സാറിന് ഒത്തിരി പ്രോഗ്രാമാണ്. എവിടെ ചെന്നാലും സാറിൻ്റെ സേവന മനോഭാവം തന്നെയാണ് എല്ലാ പ്രോഗ്രാമുകളിലേക്കും. അതുകൊണ്ട് തന്നെ സാറും എന്നാലും ഈ തിരക്കേറിയ സമയങ്ങൾക്കിടയിലും സാറ് ബത്തേരിയിൽ ഇപ്പോൾ സെൻറ് ജോസഫ് സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പാളായിട്ട് സേവനം ചെയ്യുന്നു. സാറ് ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്നു. ബഹുമാനായ തോമസ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടെ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരെയും
വളരെ ആത്മാർത്ഥയോടുകൂടി ഭാരത് മാതാ കമ്മ്യൂണിറ്റിയിലേക്ക്, ഭാരത് മാതാ കുടുംബത്തിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തു നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.